Next, transportation techniques. Transportation problem using a particular class of allocation problem. The objective in this problem is to transport various amounts of the single homogeneous commodity. They are stored at several origins to the number of destination. നമ്മൾ പറഞ്ഞു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഈ അപ്പോളോ ടയേഴ്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടയേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പല പല ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് നമുക്ക് എത്തിക്കാൻ ഉണ്ടല്ലേ. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ടയർ മാനുഫാക്ചർ ചെയ്തിട്ട് ചിലപ്പം എങ്ങോട്ടൊക്കെ ആയിരിക്കാം, മേ ബി ഡൽഹിയിലേക്കോ തമിഴ്നാടോ അല്ലെങ്കിൽ കൊൽക്കട്ട, എവിടേക്ക് വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഡർ അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും എത്തിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യം എങ്ങനെയാണ്, ആ ട്രാൻസ്പോർട്ടേഷൻ മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വന്നാലേ നമുക്ക് ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും, ഏത് ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്കാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവുള്ളത് എന്നുള്ള രീതിയിൽ നമ്മൾ അത് ഐഡൻറ്റിഫൈ എത്രത്തോ. ചിലപ്പോൾ നമ്മൾ ദൂരം നോക്കിയിട്ട് കാര്യമില്ല, ചിലപ്പോൾ അവർ ഓർഡർ ചെയ്യുന്നത് ക്വാണ്ടിറ്റി സപ്ലൈ കൂടുതലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, അത് പ്രോഫിറ്റിലേക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എവിടേക്കൊക്കെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക് ക്യാൻ ബി അപ്ലൈഡ് നോട്ട് ഓൺലി ദ കോസ്റ്റ് മിനിമൈസിങ് പ്രോബ്ലംസ് ബട്ട് ഓൾസോ ടു ടൈം മിനിമൈസിങ് പ്രോബ്ലംസ്, ഡിസ്റ്റൻസ് മിനിമൈസിങ് പ്രോബ്ലം, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. Next, steps for solving transportation problem. What are the steps for solving transportation problem? So, നമ്മൾ first step എന്താണ്, transportation table with m rows representing the origin and n columns representing the destination. നമുക്കറിയാം ഇതാണ് എന്തായിട്ട് വരുന്നത്, ഡെസ്റ്റിനേഷൻ പോയിന്റ് ആയിട്ട് വരുന്നത്. അത് എന്തായിട്ട് കോളം ആയിട്ടല്ലേ എഴുതുന്നത്, ഡെസ്റ്റിനേഷൻ പോയിന്റ്. ഒറിജിൻ എവിടെ നിന്നാണ് വേണ്ടത്, നമ്മൾ ഒറിജിൻ ഏത് പ്ലേസിൽ നിന്നാണ് വരുന്നത്, അതൊക്കെ നമ്മളുടെ എന്തായിരിക്കും, റോസ് ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് വൺ ഇസ് ഡെവലപ്പ് ആൻ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ടു ദി പ്രോബ്ലം. ഏതൊക്കെ ആയിരിക്കും നമുക്ക് ഏത് പ്രോബ്ലത്തിൽ കൂടെ ഏതാണ് ഫീസിബിൾ സൊല്യൂഷൻ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അത് നമ്മൾ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് പറയാം എന്തൊക്കെയാണ് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ അറിയണം, അത് എന്തൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാറുണ്ട്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ആപ്ലിക്കേഷൻ ഓഫ് ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഫോർ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. നമ്മൾ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻസ് ആർ ദോസ് വിച്ച് സാറ്റിസ്ഫൈ ദ റീം റിക്വയർമെൻറ്റ്. ആർക്കാണോ ഇപ്പോൾ എത്രയാണോ റിക്വയർമെൻറ്റ് അതനുസരിച്ചിട്ട് നമുക്ക് എത്രത്തോളം ആ സൊല്യൂഷൻ എന്താണ്, ഏതാണ് ബെറ്റർ സൊല്യൂഷൻ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ്. 3 മെത്തേഡ്സ് ആണ് ഇതിനകത്ത് ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഫോർ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം യൂസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ, ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ്, ദ തേർഡ് വൺ ഇസ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഈ 3 മെത്തേഡിൽ ഏത് മെത്തേഡ് വെച്ച് യൂസ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ദീസ് ആർ ദി ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഫോർ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഡെവലപ്പ് ആൻ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. നമ്മൾ പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്യാണ് അല്ലേ. ദെൻ അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയായിരിക്കും, റോ ഈക്വൽ ടു എന്തായിരിക്കും, അലോക്കേഷൻ റോ ടേക്കൺ ടുഗെദർ ഇസ് ഈക്വൽ ടു അവൈലബിലിറ്റി ഷോസ് ദാറ്റ് റോ. നമ്മളുടെ ആ കോളം റോയും എന്തുതന്നെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡും സപ്ലൈയും എന്തായിട്ടായിരിക്കും, എപ്പോഴും ഈക്വൽ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ഇത് കറക്റ്റ് ആണോ, ഡിമാൻഡും സപ്ലൈയും, ഡിമാൻഡ് അനുസരിച്ചിട്ട് സപ്ലൈ ഉണ്ടോ, ഇത് രണ്ടും ഈക്വൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇത് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അൺബാലൻസ്ഡ് പ്രോബ്ലം ആണ് വരുന്നത്. അത് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ ടെസ്റ്റ് വെദർ ദ സൊല്യൂഷൻ ഈസ് ഓപ്റ്റിമൽ ഓർ നോട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ച് ചൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക അത് ഒപ്റ്റിമൽ ആയിട്ടുള്ള സൊല്യൂഷൻ തന്നെയാണോ എന്നുള്ളത് നോക്കും. ഇഫ് ദ സൊല്യൂഷൻ ഇസ് നോട്ട് ഒപ്റ്റിമൽ മോഡിഫൈ ദ അലോക്കേഷൻ. അപ്പം നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ
നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു പാത്തിൽ കൂടെ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മോഡി മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വെച്ച് ചെയ്ത്, ഇതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ വരുന്നത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡാണ്. അതുവഴി ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മോഡി മെത്തേഡ് അപ്ലൈ ചെയ്ത് അത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അലോക്കേഷൻ കണ്ടക്ട് ചെയ്യും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ആ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് 4 നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് ഏതാണോ ബെറ്റർ അലോക്കേഷൻ ആ സൊല്യൂഷൻ നമ്മൾ ബെറ്റർ ഒപ്റ്റിമൽ സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു സോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ആപ്ലിക്കേഷൻ ഓഫ് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഫോർ ദി ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻസ് ഏതൊക്കെയാണ്, കറക്റ്റ് ആ റിക്വയർമെൻറ്റ് എന്താണോ അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളതാണ് ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. അതുള്ള മെത്തേഡാണ് നോർത്ത് വെസ്റ്റ് കോർണർ, ലോവസ്റ്റ് കോസ്റ്റ്, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഓൾറെഡി നമ്മൾ പ്രോബ്ലം പഠിച്ചിട്ടുള്ളതാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡിൻ്റെ സ്റ്റെപ്സ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അലോക്കേറ്റ് ചെയ്യുന്നത്. ആദ്യം അലോക്കേറ്റ് ചെയ്യുന്നത് ഏതിലായിരിക്കും, ഈ പറഞ്ഞിട്ടുള്ള നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് ആയിരിക്കും. അതിനു മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യണം ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണോ എന്നുള്ളത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നോർത്ത് വെസ്റ്റ് കോർണറിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, അലോക്കേറ്റ് ചെയ്ത് പോകും. ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ബെസ്റ്റ് സൊല്യൂഷൻ കിട്ടുന്നത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. നമ്മൾ പറഞ്ഞു ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ഒപ്റ്റിമൽ സൊല്യൂഷൻ ഈ പറഞ്ഞ 3 മെത്തേഡ് വെച്ച് ചെയ്തിട്ടും നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡി മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. വെൻ ദ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഇസ് ഒബ്റ്റെയിൻഡ്, നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡൊക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് അഡോപ്റ്റ് ചെയ്യുന്നത്, മോഡി മെത്തേഡ് യൂസ് ചെയ്തിട്ടത് ചെക്ക് ചെയ്യുന്നത്. ഈ പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് മോഡി മെത്തേഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി പ്രോബ്ലംസ് ക്ലാസ്സിൽ സോൾവ് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം വെച്ചിട്ട് സോൾവ് ചെയ്യാന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഈ ട്രാൻസ്പോർട്ടേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ഓർ 50 മാർക്ക് ക്വസ്റ്റ്യൻ എസ്സേ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തും കൂടെ ചെയ്തിരിക്കണം, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഏതെങ്കിലും ഒരു മെത്തേഡ്, അതായത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്ത് അതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണോ എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. മോഡി മെത്തേഡ് വെച്ച് ചെക്ക് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫിഗർ അത് കറക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒപ്റ്റിമം സൊല്യൂഷൻ ആണ്. അതും കൂടെ കഴിയുമ്പോഴാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. നെക്സ്റ്റ് തിയോറി ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്, എക്സ്പ്ലെയിൻ ദ ഡീജനറസി ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ്. ഡീജനറസി എന്ന് പറയുന്നത് നമ്മൾ പറയും ഇനി ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഡീജനറസി ഓക്കേഴ്സ് വെൻ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ അലോക്കേഷൻ ഇസ് ലെസ് ദാൻ m+n-1. അപ്പം നമുക്കറിയാം m റോസും n കോളംസ് ആണെന്ന് അറിയാം. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിനകത്ത് എന്താ ചെയ്യാറുള്ളത്, ഇപ്പം നമ്മളിപ്പം ഏതെങ്കിലും ഇപ്പോൾ നോർത്ത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം എടുക്കാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്, നമ്മൾ സോൾവ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കൂ അല്ലേ, അലോക്കേഷൻ വന്നിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള m+n-1 കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ നമുക്ക് നോക്കാം. ഇവിടെ എത്രയാണ്, എം എന്ന് പറയുന്നത് എന്താണ്, റോസ് ആണ്. റോ എത്രയാണ്, 3 റോസ് ഉണ്ട്. n എന്ന് പറയുന്നത് എന്താണ്, കോളംസ് ആണ്. 3 കോളംസ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് എഴുതാം, m+n-1 എന്നുള്ളത് നോക്കാം. സോ 3 + 3 - 1. അപ്പം എത്ര വന്നു, 6 - 1 5 എന്നുള്ളത് വന്നു. അപ്പം നമ്മൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അലോക്കേഷൻ കിട്ടില്ലേ, ആ അലോക്കേഷൻ കിട്ടുന്നത് 5 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ എത്ര ചെയ്തു, ഇപ്പം നമ്മൾ ഇത് ഒരു വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അത് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ അലോക്കേഷൻ കിട്ടിയിട്ടുള്ളത് എത്രയാണ്, 1 2 3 4 കിട്ടിയിട്ടുള്ളൂ. ശരിക്കും എത്ര വേണം, 5 വേണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അപ്പം അവിടെയാണ് എന്ത് വന്നിട്ടുള്ളത്, ഓരോ ഡീജനറസി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡീജനറസി എപ്പോഴൊക്കെ ആയിരിക്കും വരുന്നത്, ഡീജനറസി ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ക്യാൻ ബി ഡെവലപ്പ് ഇൻ 2 ways. ഫസ്റ്റ് വൺ എന്താണ്, ദ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ മേ ബി ഡീജനറേറ്റ് ഫ്രം ദ ഇനീഷ്യൽ സ്റ്റേജ് ഓൺവേർഡ്സ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ്, അപ്പം നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വോഗൽസ് അപ്രോക്സിമേഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ചിലപ്പം എന്ത് വരാറുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള
ഡീജനറസി വരാം. അതല്ലെങ്കിൽ ദേ മേ ബിക്കം ഡീജനറേറ്റ് അറ്റ് എനി ഇമീഡിയറ്റ് സ്റ്റേജ്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേജിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഈ ഡീജനറസി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻ സച്ച് എ കേസസ് വി അലോക്കേറ്റ് ഡെൽറ്റ, ഈ ഒരു സൈനാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഈ ഒരു ഡെൽറ്റ സൈൻ നമ്മൾ കൊടുക്കും, ഡെൽറ്റ ടു വൺ ഓർ മോർ എം ടി സെൽ, സോ ദാറ്റ് ടോട്ടൽ നമ്പർ ഓഫ് അലോക്കേഷൻ ഇസ് എം പ്ലസ് എൻ മൈനസ് വൺ. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അലോക്കേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡെൽറ്റ സൈൻ കൊടുക്കാം. അപ്പം ഡെൽറ്റയ്ക്ക് വല്ല വാല്യൂ ഉണ്ടാവും? ഇല്ല, വെരി സ്മോൾ നമ്പർ, ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 ആണ്. ഡെൽറ്റ എന്നുള്ളത് 0 ആണ്. പക്ഷെ നമ്മൾ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? 0 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കി. ഇപ്പം നമുക്ക് 4 വന്നുള്ളൂ. നമുക്കറിയാം, നമ്മൾ സോൾവ് ചെയ്ത് നോക്കി എം പ്ലസ് എൻ മൈനസ്. അപ്പം എന്താ വന്നിട്ടുള്ളത്? 5 ആണ്. ശരിക്കും വോഗൽസ് വെച്ച് ചെയ്യുമ്പോൾ അലോക്കേഷൻ വരേണ്ടത്. ഇവിടെ 4 വന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു വാല്യൂവിനകത്ത് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? കണ്ടോ, ഡെൽറ്റ എന്നുള്ള സൈൻ വെച്ച് ചെയ്ത് നോക്കാം. ഡെൽറ്റ സൈൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പിന്നെ നമ്മൾ മോഡി മെത്തേഡ് വെച്ചിട്ട് ഒപ്റ്റിമം സൊല്യൂഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഈ വാല്യൂവിന് പകരം നമ്മൾ ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഡെൽറ്റ എന്നുള്ളത് 0 ആണ് മീൻ, അതിൻ്റെ മീനിങ്. അപ്പം നമ്മൾ അത് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ? അവിടെ 0 കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ വാല്യൂ കറക്റ്റായിട്ട് ആൻസേഴ്സിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു അതാണ് എന്തായിട്ട് വരുന്നത്? ഡീജനറസി എന്ന് പറയുന്നത്. തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എക്സ്പ്ലെയിൻ ദ ഡീജനറസി ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. നമ്മൾ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ നോക്കാറുണ്ട്, അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് എം പ്ലസ് എൻ മൈനസ് 1 നോക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അലോക്കേഷനും കറക്റ്റ് ആണോ എന്നുള്ളത്, ഇതേപോലെ അലോക്കേറ്റ് ചെയ്ത് വരില്ലേ, അതും കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചില കേസസിൽ നമ്മൾ എന്ത് വരാറില്ല? ഈ സൊല്യൂഷൻ ചെയ്യുമ്പോൾ ഡീജനറേറ്റ് ഇതും വരില്ല, ഈ കറക്റ്റ് അലോക്കേറ്റ് ചെയ്തത് നമ്പേഴ്സ് വരാറില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? അവിടെ ഡെൽറ്റ സൈൻ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഡീജനറസി ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വരാണ്ട്, വാട്ട് ഡു യു മീൻ ബൈ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഈ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? ഇതാണ് അവൈലബിലിറ്റി, എത്രത്തോളം അവൈലബിൾ ആണ്, ഇത് റിക്വയർമെൻറ്റ്, എത്ര അവർ റിക്വയർ ചെയ്യുന്നുണ്ട്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡിമാൻഡ് ഇസ് റിക്വയർമെൻറ്റ്, എത്രയുണ്ട്? ഡിമാൻഡ്, ഇത് ഡിമാൻഡാണ്, ഇതെന്താണ് വരുന്നത്? സപ്ലൈ. ഈ ഡിമാൻഡും സപ്ലൈയും എപ്പോഴും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ചില കേസസിൽ അത് എന്തായിരിക്കില്ല? ഈക്വൽ ആയിരിക്കില്ല. അങ്ങനത്തെ കേസസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ സെറ്റ് ടു ബി an unbalanced transportation if the sum of available amount, അതായത് നമ്മളുടെ എത്രയായിരിക്കും? സപ്ലൈ ഇസ് നോട്ട് ഈക്വൽ ടു ഡിമാൻഡ്. ഇങ്ങനെ എഴുതാം, സപ്ലൈ ഇസ് നോട്ട് ഈക്വൽ ടു ഡിമാൻഡ് ആണ് എന്തായിട്ട് നമ്മൾ പറയുന്നത്? അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഈ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മളുടെ എന്തായിരിക്കാം? ഇപ്പം അവൈലബിലിറ്റി, ഇവിടുത്തെ ടോട്ടലും ഇവിടുത്തെ ടോട്ടലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? റിക്വയർമെൻറ്റ്സ് എത്രയാണ്? ഡിമാൻഡ് ഇവിടെ 130 ഉണ്ട്, പക്ഷേ ഇവിടെ സപ്ലൈ 160, ഡിമാൻഡ് 130 ഉള്ളൂ, പക്ഷെ അവിടെ 160 വരുന്നുണ്ട്. അപ്പം എവിടെ ഒരു പോയിന്റ് അവിടെ എന്താണ്? കൂടുതലാണ്. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അത് കറക്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുക? റിക്വയർമെൻറ്റ്സ് 130 ഉള്ളൂ, അവൈലബിലിറ്റി എത്രയുണ്ട്? 160 ഉണ്ട്, ഇവിടെ ടോട്ടലിയും ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോളം കൂടെ വരയ്ക്കാം. കോളം കൂടെ വരച്ചിട്ട് W5 എന്ന് കൊടുത്തിട്ട് 0 0 0 കൊടുക്കുക. ഇവിടെ ബാലൻസ് എത്രയാണ്? നമ്മൾ റിക്വയർമെൻറ്റ് 130 ആണ്, അപ്പോൾ ഒരു 13 കൂടെ വേണം. നമുക്കിവിടെ താഴെ 13 കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായി? ഈക്വൽ ആയി അല്ലേ? റിക്വയർമെൻറ്റും 160 ആയി, അവൈലബിലിറ്റിയും എത്രയായി? 160 ആയി. ഇനി വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സാധാരണ ചെയ്യുന്നത് പോലെ പ്രോബ്ലം ചെയ്യാനായിട്ട്. അതാണ് എന്തായിട്ട് വരുന്നത്? വാട്ട് യു മീൻ ബൈ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. നമ്മൾ ഇതൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, മാർക്ക് അനുസരിച്ചിട്ട് നമ്മൾ എഴുതേണ്ടി വരും. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നോർമൽ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു തിയറി എഴുതുക, എന്താണ്, എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളതിന് കറക്റ്റ് ചെയ്യാം.